റാഞ്ചിയിലെ തെരുവുകൾ ഇന്ന് പുകയുകയാണ്. സ്വപ്നങ്ങൾക്കൊടുവിൽ നീതിക്ക് വേണ്ടി പോരാടുന്ന ഒരു കൂട്ടം യുവതിയുടെ രോഷമാണ് ഇന്ന് ജാർഖണ്ഡിന്റെ അന്തരീക്ഷത്തിൽ അലയടിക്കുന്നത്. ജാർഖണ്ഡ് പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന ഭരണഘടനാ സ്ഥാപനം അഴിമതിയുടെയും ക്രമക്കേടിന്റെയും നാറ്റമടിക്കുന്ന നിലവറയായി മാറിയപ്പോൾ തെരുവിലിറങ്ങാൻ ആഹ്വാനം ചെയ്യപ്പെടുകയായിരുന്നു പതിനായിരക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ. JPSC പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് രാജിവെച്ച മുൻ ചെയർമാൻ എൽ ഗിയാങ് ടായെ CID അറസ്റ്റ് ചെയ്തിരിക്കുന്നു. CID അന്വേഷണം ശക്തമായതോടെ കഴിഞ്ഞ ജൂലൈ 22-നായിരുന്നു ഇയാൾ കസേരയൊഴിഞ്ഞത്. അതിന് തൊട്ടു പിന്നാലെ നാണം കെട്ട് കമ്മീഷനിലെ മറ്റ് 3 അംഗങ്ങൾ കൂടി കഴിഞ്ഞ ദിവസം രാജിവെച്ചൊഴിഞ്ഞു. എന്നാൽ ഇതുകൊണ്ടൊന്നും തങ്ങളുടെ പോരാട്ടം അവസാനിക്കില്ലെന്ന് വ്യക്തമാക്കുകയാണ് ജാർഖണ്ഡിലെ വിദ്യാർത്ഥി സമൂഹം. അംഗങ്ങളായ അജിത ഭട്ടാചാര്യ, അനിമ ഹൻസത്ത്, ജമാൽ അഹമ്മദ് എന്നിവരും ഒന്നിനു പുറകെ ഒന്നായി രാജിവെച്ചൊഴിഞ്ഞത് സർക്കാർ മേൽ കനത്ത പ്രഹരമായി മാറി. CID അന്വേഷണം 90 ദിവസത്തിനകം പൂർത്തിയാക്കുമെന്നും പരീക്ഷാ ക്രമക്കേടുകൾ കൈകാര്യം ചെയ്യാൻ ഫാസ്റ്റ് ട്രാക്ക് കോടതി സ്ഥാപിക്കുമെന്നും സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നു. ലക്നൌ ആസ്ഥാനമായുള്ള TDPL എന്ന സ്വകാര്യ ഏജൻസിയുടെ പരീക്ഷകളിലെ ദുരൂഹതകളും സാമ്പത്തിക ഇടപാടുകളും ED അന്വേഷണത്തിന് വിധേയമാക്കാനും തീരുമാനമായിരിക്കുന്നു. JPSCയും സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനും പരിഷ്കരിക്കുന്നതിനായി IIM-ന്റെയും XISS-ന്റെയും സഹായം തേടാൻ സർക്കാർ തയ്യാറായിരിക്കുന്നത് ചെറിയൊരു മാറ്റമല്ല സൂചിപ്പിക്കുന്നത്. കണ്ണീർവാതകത്തിനും ജലപീരങ്കിക്കും മുന്നിൽ തലയോർത്തി നിൽക്കുന്ന യുവാക്കളെയാണ് ജാർഖണ്ഡിലെ തെരുവുകളിൽ നാം കാണുന്നത്. റാഞ്ചിയിലെ പഴയ നിയമസഭാ മന്ദിരത്തിൽ നിന്ന് ആരംഭിച്ച കൂറ്റൻ പ്രതിഷേധ മാർച്ച് നിയമസഭയിലേക്ക് ഇരുമ്പിയെത്തുകയായിരുന്നു. ആയിരക്കണക്കിന് ഉദ്യോഗാർത്ഥികളാണ് മുദ്രാവാക്യം വിളികളോടെ തെരുവിലിറങ്ങിയത്. പോലീസ് ഉയർത്തിയ കൂറ്റൻ ബാരിക്കേഡുകൾ ഒന്നൊന്നായി തകർത്തെറിഞ്ഞ് അവർ മുന്നേറി. നിരോധനാജ്ഞ നിലനിൽക്കുന്ന പ്രദേശമാണെന്ന ബോധം പോലും ആ യുവതിയുടെ രോഷത്തിന് മുന്നിൽ വഴിമാറി. നിയമസഭാ മന്ദിരത്തിന് കിലോമീറ്ററുകൾക്കപ്പുറം വെച്ച് പോലീസ് പ്രതിഷേധക്കാരെ ക്രൂരമായി തടഞ്ഞു. റോഡിൽ കുത്തിയിരുന്ന ഉദ്യോഗാർത്ഥികൾക്ക് നേരെ പോലീസ് ജലപീരങ്കി ചീറ്റി. അടിച്ചമർത്തി നോക്കിയിട്ടും അവരുടെ ശബ്ദം കൂടുതൽ കനത്തു. ഈ ക്രമക്കേടിൽ വെറുമൊരു വിജിലൻസ് അന്വേഷണമോ പ്രാദേശിക അന്വേഷണമോ പോരാ. കേന്ദ്ര അന്വേഷണ ഏജൻസിയായ CBI തന്നെ രംഗത്തിറങ്ങണം. CBI അന്വേഷണം പ്രഖ്യാപിക്കുന്നതുവരെ ഈ സമരം അവസാനിക്കില്ലെന്ന് അവർ ഉറക്കെ പ്രഖ്യാപിക്കുന്നു. സർക്കാരുമായി നടത്തിയ നീണ്ട 5 മണിക്കൂർ ചർച്ചയും പരാജയപ്പെട്ടതോടെയാണ് വിദ്യാർത്ഥികൾ സമരം തെരുവിലേക്ക് വ്യാപിപ്പിച്ചത്. ഇന്നലെ നടന്ന 3ാം വട്ട ചർച്ചയിൽ സർക്കാർ ചില ഓഫറുകൾ മുന്നോട്ട് വെച്ചിരുന്നു. ജാർഖണ്ഡ് പബ്ലിക് സർവീസ് കമ്മീഷന്റെ 2023-25 വർഷങ്ങളിലെ പരീക്ഷകളും 14ാം പ്രിലിമിനറി പരീക്ഷയും റദ്ദാക്കണമെന്നതായിരുന്നു സർക്കാരിന്റെ പ്രധാന വാഗ്ദാനം. അഴിമതി കാരണം തങ്ങളുടെ ഒരു പരീക്ഷ റദ്ദാക്കുന്നത് ജയം തന്നെയെന്ന് അവർ സമ്മതിക്കുന്നു. JPSC പിരിച്ചുവിട്ടത് പോരാട്ടത്തിന്റെ വലിയൊരു വിജയമായി അവർ കാണുന്നുമുണ്ട്. പക്ഷേ ആ വാഗ്ദാനങ്ങൾ കൊണ്ട് വിദ്യാർത്ഥികളുടെ വായടപ്പിക്കാൻ കഴിയില്ല. കാരണം ഈ അഴിമതിയുടെ വേരുകൾ അത്രമാത്രം ആഴത്തിലിറങ്ങിയതാണ്. CGL പരീക്ഷയിലും മറ്റ് JSSC പരീക്ഷകളിലും നടന്ന അതിഭീകരമായ ക്രമക്കേടുകളിൽ CBI അന്വേഷണം വേണമെന്ന ഒറ്റ ആവശ്യത്തിൽ അവർ ഉറച്ചു നിന്നു. ഇതോടെയാണ് 5 മണിക്കൂർ നീണ്ട ചർച്ച സമവായത്തിലെത്താതെ പരാജയപ്പെട്ടത്. അതെ, പോരാട്ടം ഇപ്പോൾ രാഷ്ട്രീയ തലങ്ങളിലേക്കും പടർന്നു കഴിഞ്ഞിരിക്കുന്നു. പ്രതിപക്ഷവും വിദ്യാർത്ഥികൾക്ക് പിന്തുണയുമായി തെരുവിലുണ്ട്. മുഖ്യമന്ത്രി ഹേമന്ത് സോറന്റെ വസതിക്ക് മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തിയ പ്രതിപക്ഷ നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ ബാബുലാൽ മറാണ്ടിയ അടക്കമുള്ള BJP പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. അധികാരം ഉപയോഗിച്ച് ശബ്ദങ്ങളെ അടിച്ചമർത്താനാണ് ഭരണകൂടം ശ്രമിക്കുന്നത്. മറുവശത്ത് സാമ്പത്തിക ക്രമക്കേടിന്റെ ദുർഗന്ധം വമിക്കുന്ന ഈ കേസിൽ ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു. എത്രയോ ദരിദ്ര കുടുംബങ്ങളിലെ മക്കൾ ഉറക്കമൊളിച്ച് പഠിച്ച് ജീവിതത്തിന്റെ പ്രതീക്ഷകളുമായി എഴുതിയ പരീക്ഷകളാണ് പണത്തിന്റെ കൊതിയിൽ ഭരണാധികാരികളും ഉദ്യോഗസ്ഥരും ചേർന്ന് വിറ്റഴിച്ചത്. ഇതേ തുടർന്ന് പഴയ നിയമസഭാ മന്ദിരത്തിൽ നിന്നും ആരംഭിച്ച 100 കണക്കിന് ഉദ്യോഗാർത്ഥികളുടെ പ്രതിഷേധ മാർച്ച് നിരോധനാജ്ഞ മറികടന്ന് ബാരിക്കേഡുകൾ തകർത്ത് മുന്നേറുകയും നിയമസഭയ്ക്ക് കിലോമീറ്ററുകൾക്കിപ്പുറം പോലീസ് തടഞ്ഞ് ജലപീരങ്കി പ്രയോഗിക്കുകയും ചെയ്തു. CBI അന്വേഷണം ആവശ്യപ്പെട്ട് പ്രതിപക്ഷം കൂടി സമരത്തിലേക്ക് എത്തിയതോടെ വിഷയം വലിയ രാഷ്ട്രീയ മാനവും കൈവരിച്ചു കഴിഞ്ഞു. മുഖ്യമന്ത്രി ഹേമന്ത് സോറന്റെ വസതിക്ക് മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തിയ പ്രതിപക്ഷ നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ ബാബുലാൽ മറാണ്ടിയെ പോലീസ് അറസ്റ്റ് ചെയ്തു കഴിഞ്ഞു. ചുരുക്കത്തിൽ പ്രധാന പരീക്ഷകൾ റദ്ദാക്കാനും കമ്മീഷൻ അംഗങ്ങളെ മാറ്റാനും സർക്കാർ നിർബന്ധിതരായെങ്കിലും ക്രമക്കേടിൽ ഉൾപ്പെട്ട മുഴുവൻ ആളുകളെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ CBI അന്വേഷണം പ്രഖ്യാപിക്കുന്നതുവരെ പോരാട്ടം തുടരുമെന്ന ഉറച്ച നിലപാടിലാണ് വിദ്യാർത്ഥി സമൂഹം. അറസ്റ്റിലായ മുൻ ചെയർമാൻ ഗിയാങ് ടായെ ചോദ്യം ചെയ്യുന്നതോടെ ഈ അഴിമതി കഥയിലെ വമ്പൻ സ്രാവുകൾ ഇനിയും പുറത്തുവരുമെന്ന് ഉറപ്പാണ്. അന്വേഷണം ഉന്നതരിലേക്ക് വ്യാപിപ്പിച്ച സാഹചര്യത്തിലാണ് ചെയർമാന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയതെന്നത് ആശ്വാസകരമാണ്. എങ്കിലും സർക്കാരിന്റെ വാഗ്ദാനങ്ങളിൽ വീഴാതെ നീതി പൂർണ്ണമായും ലഭിക്കുന്നതുവരെ
അവസാനത്തെ ഉദ്യോഗാർത്ഥിക്കും നീതി കിട്ടുന്നതുവരെ തെരുവ് വിട്ടിറങ്ങില്ലെന്ന ഉറച്ച തീരുമാനത്തിലാണ് വിദ്യാർത്ഥികൾ. ജാർഖണ്ഡിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിനാണ് റാഞ്ചി സാക്ഷ്യം വഹിക്കുന്നത്. ഈ സമരം കേവലം ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയുള്ളതല്ല, ഇതൊരു തലമുറയുടെ ഭാവിക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ്. നീതി ലഭിക്കും വരെ ഈ സിരകളിലെ ചോര തിളച്ചുകൊണ്ട് തന്നെയിരിക്കും.